ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പതിവ് പോലെ തന്നെ ഞാൻ പറയണത് ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോസ് എല്ലാം ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. അതേപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ ഇട്ട ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. നമ്മുടെ ദുബായ് ലൈഫ് സ്റ്റൈൽ ആണ് ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായിട്ട് എല്ലാവരും ആകാംക്ഷയോട് എന്താ പറയുക കാത്തിരിക്കുന്നത് ഒരു കാര്യമാണ്. ഞാനൊക്കെ പണ്ട് ദുബായിലേക്ക് വരുന്നുണ്ട് തൊട്ട് മുമ്പ് ഒരു 3-4 മാസം മുമ്പൊക്കെ യൂട്യൂബിലൊക്കെ ഞാൻ വീഡിയോസ് സെർച്ച് ചെയ്യുമായിരുന്നു. ഇത് എങ്ങനെയാണ് അവിടുത്തെ ലൈഫ് സ്റ്റൈൽ എന്താണ്. കാരണം ഞാൻ ലൈഫ് സ്റ്റൈലൊക്കെ പലതവണ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരാളിങ്ങനെ പറഞ്ഞു തരാനുണ്ടായിരുന്നില്ല. അപ്പോൾ പല ആൾക്കാരുടെയും വ്ളോഗ്സൊക്കെ കണ്ട് കണ്ട് അങ്ങനെ മനസ്സിലാക്കി എടുത്തതാണ്. ഓ ഇങ്ങനെയാണല്ലേ ദുബായിലെന്ന്. അങ്ങനെയാണ് ഞാൻ ഊഹിച്ചെടുത്തത്. പക്ഷെ ഞാൻ വിചാരിച്ചു പൊതുവേ എല്ലാവരും ചെയ്യുന്ന പോലെ എന്തിനാണ് ചെയ്യുന്നത്. എനിക്ക് പൊതുവേ എല്ലാം യൂണീക്കായിട്ട് ചെയ്യണം ഭയങ്കര താല്പര്യം. അപ്പം ഞാൻ വിചാരിച്ചു ഒരു വ്ളോഗർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പം അതിലൂടെ ഞാൻ കുറേ കാര്യങ്ങൾ എനിക്ക് അറിയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോടൊപ്പം ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഐ ഹോപ്പ് ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി യൂസ്ഫുൾ ടു ഓൾ ഓഫ് യു. അറ്റ്ലീസ്റ്റ് 90% ആൾക്കാർക്കെങ്കിലും യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഐ വുഡ് റിക്വസ്റ്റ് യു ഓൾ ടു ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് ആസ് വെൽ ആൻഡ് ഷെയർ ഓൾ മൈ വീഡിയോസ് ടു യുവർ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്. ഓക്കെ. അപ്പോൾ യെസ് ആൻഡ് ഞാൻ ഒരു ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നേ. അപ്പോൾ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ടോപ്പ് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. ഇത് ഏത് കളറാണ്. കാരണം ഒരു വീഡിയോയിൽ ഇത് വേറൊരു കളറായിട്ട് തോന്നിയത്, പിന്നെ വേറൊരു ഷോർട്സ് ഇട്ടപ്പോൾ അത് വേറൊരു കളറായിപ്പോയി. ഇത് ശരിക്കും ഒരു പിക്കോക്ക് ഗ്രീനോ പിക്കോക്ക് ബ്ലൂവോ എനിക്ക് തന്നെ അറിഞ്ഞുകൂടത് എന്ത് കളറാണ്. പക്ഷെ ഗ്രീനും അല്ല, ഇത് ബ്ലൂ അല്ല, സ്കൈ ബ്ലൂവിൻ്റെ ഷെയ്ഡ് ഏകദേശമാണ്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടോ. ഇത് ഇവിടെ നിന്നല്ല, ഈ നാട്ടിൽ നിന്ന് വാങ്ങിച്ചത്. ദിസ് ഇസ് മൈ ഫേവറേറ്റ് ടോപ്പ്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു അവർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ലൈഫ് സ്റ്റൈൽ ദുബായ് എന്ന് പറയുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് എങ്ങനെ പറഞ്ഞു തരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമുക്ക് ഒരിക്കലും ഒരു സ്ഥലം മറ്റൊരു സ്ഥലം വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ നാടെന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ നാട് തന്നെയാണ്. അത് ഒരിക്കലും നമുക്ക് അത് കമ്പയർ ചെയ്യാൻ പറ്റാത്തൊരു പ്ലേസാണ്. എന്തായാലും നമ്മൾ എത്ര ലാവിഷായിട്ട് നമുക്ക് വേറൊരു കൺട്രിയിൽ പോയി ജീവിച്ചാലും നമുക്ക് നാട്ടിൽ തിരിച്ചെത്തുമ്പോൾ ആ വെക്കേഷൻ സമയത്ത് ആ ഒരു മാസം ഭയങ്കര രസമായിരിക്കും അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഒരു സ്ഥലം അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ കുറച്ച് അധികം വ്യത്യാസങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലും ഇവിടെ തമ്മിൽ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ നാട്ടിൽ നമ്മൾ വീട്ടിൻ്റെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ മലയാളം ഭാഷ, അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിലാണെങ്കിൽ ഹിന്ദിയോ അങ്ങനത്തെ ഒരു ഇതായിരിക്കും. ഇവിടെ വന്ന് കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, പൊതുവേ നമ്മളൊരു വീട്ടിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഭാഷ എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. പിന്നെ സെക്കൻഡറി ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഹിന്ദി. ഹിന്ദി എന്ന് പറയാൻ കാരണം പല കൺട്രീസിൽ നിന്നാണ് ആൾക്കാർ ഇവിടെ മൈഗ്രേറ്റ് ആയിട്ട് വരുന്നത്. സോ ഹിന്ദിയും യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. സോ അതെനിക്ക് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം എന്താ പറയുക, എത്രയോ ആൾക്കാർ നാട്ടിൽ വെച്ചിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ നോക്കുമ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് കുറേ പേര് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റാണ്ട് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസിൽ പോവുക, അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്ന് കഴിയുമ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമുക്ക് തനിയത് നമ്മൾ പഠിച്ചു പോകും. അപ്പം നമുക്ക് പ്രത്യേകിച്ച് ഒരു ക്ലാസ്സസിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. അപ്പോൾ അതൊരു നല്ലൊരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ എന്താ പറയുക, നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ ഭയങ്കര പ്രസൻറ്റബിൾ ആയിരിക്കും. അത് എന്താണെന്ന് അറിഞ്ഞുകൂടാ, പക്ഷേ നല്ലൊരു വ്യത്യാസം എനിക്ക് ഫീൽ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊരു ജോബിന് പോകുമ്പോഴും ഭയങ്കര പ്രസൻറ്റബിൾ, അത് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടാവാം ചിലപ്പോൾ. കാരണം അത്രയ്ക്കും പ്രസൻറ്റബിൾ അപ്പിയറൻസ് ആയിരിക്കണം എന്നൊക്കെയാണ് നമ്മുടെ മെയിൻ ജോബ് ഡിസ്ക്രിപ്ഷൻസിൽ വരുന്നത്. നല്ല പ്രസൻറ്റബിൾ അപ്പിയറൻസ് ആയിരിക്കണം. സോ അതൊരു ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പ്ലേസ് ആണ്. സോ എനിക്ക് തോന്നുന്നു ആ ഒരു കാരണം കൊണ്ടായിരിക്കും ആൾക്കാർ എല്ലാവരും ഭയങ്കര പ്രസൻറ്റബിൾ രീതിയിലാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ഇന്നും ഞാൻ ഈ ബുക്ക് എടുത്തിട്ടുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന മുമ്പ് തന്നെ ഞാൻ എല്ലാം പോയിന്റ്സൊക്കെ നോട്ട് ചെയ്ത് വെക്കും കേട്ടോ. പക്ഷെ പെട്ടെന്ന് ഞാൻ ക്യാമറ ഓൺ ചെയ്ത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം മറന്നു പോകും. പിന്നെ എനിക്ക് എന്താ ഞാൻ പറയാൻ മുട്ടും. പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും അയ്യോ ഞാനത് പറയാൻ വിട്ടു പോയല്ലോ എന്നുള്ള ഓർത്ത് പോണത്. അപ്പോൾ ആ ഒരു
സംഭവം ഇല്ലാണ്ടിരിക്കാനാണ് ഞാനിപ്പോൾ ഈ ബുക്കും കൊണ്ട് ഇങ്ങനെ നടക്കുന്നത് കേട്ടോ. എൻ്റെ മോളൊക്കെ ഭയങ്കരമായിട്ട് കളിയാക്കും, എന്ത് ഈ അമ്മ ഈ കുട്ടികളെ പോലെ ബുക്കും കൊണ്ട് നടക്കണം. പക്ഷെ എൻ്റെ രീതി അങ്ങനെ ആയിപ്പോയി. ഞാൻ പോയിന്റ്സ് ഒക്കെ നോട്ട് ഡൗൺ ചെയ്തിട്ട് പിന്നെ അതും വെച്ചിട്ടാണ് നിങ്ങൾ മുമ്പിൽ ഇരിക്കുന്നത്. മെയിൻലി ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുള്ളത് ഡിസിപ്ലിൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മളൊരു ബിൽഡിങ്ങിൽ താമസിക്കുമ്പോൾ തന്നെ നമ്മുടെ കോറിഡോർസിൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. കോറിഡോർസിൽ തന്നെ അവർ സ്റ്റിക്കേഴ്സ് ഒട്ടി വെച്ചിട്ടുണ്ട്, ദാറ്റ് ഇസ് മെയിൻറ്റെയിൻ സൈലൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ബോംബെയിൽ നിന്ന് ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ആയതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, ഇപ്പം നമ്മുടെ അവിടെ അങ്ങനെ ഇല്ല. മീൻസ് കീപ് സൈലൻസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റേ ഇല്ല. സോ എവ്രിവെയർ ആർ ലൈക്ക് അങ്ങനെ സംസാരിച്ച് പുറത്ത് നിന്നിട്ടും ഭയങ്കര സംസാരം കാര്യങ്ങളൊക്കെ ആയിരിക്കും. ബാക്കിയുള്ളവർക്ക് ഡിസ്റ്റർബ് ആവുന്നുണ്ടോ എന്ന് പോലും ശ്രദ്ധിക്കില്ല, ചിന്തിക്കില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ആ കോറിഡോർസിൽ തന്നെ ഒട്ടിച്ച് വെച്ചിട്ട് മെയിൻറ്റെയിൻ സൈലൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് കുറേ പ്രാവശ്യം അനുഭവം ഉണ്ടായിരുന്നു, ഈ മെയിൻറ്റെയിൻ സൈലൻസ് നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ആരും ആക്ഷൻ എടുക്കണമെന്നില്ല. ഇപ്പോൾ ഇന്നാൾ തന്നെ കുട്ടികൾ അങ്ങനെ പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആൾക്കാർ വന്ന് മീൻസ് കംപ്ലൈൻറ്റ് പോലെ ചെയ്യാൻ തുടങ്ങി, മെയിൻറ്റെയിൻ സൈലൻസ് പറഞ്ഞിട്ട്. സോ ആ ഒരു ബെനിഫിറ്റ് എനിക്ക് പറയാൻ പറ്റില്ല, അതൊരു എനിക്ക് വ്യത്യാസമായിട്ട് തോന്നിയിട്ടുണ്ട്. ഇവിടെ കുറച്ചും കൂടി ആൾക്കാർ സൈലൻസ് പ്രിഫർ ചെയ്യാറുണ്ട്. ഇത് അത്രയ്ക്കും നോയ്സി ആയിട്ടുള്ളതല്ല, ഒരു ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള എനിക്ക് അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലാണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതിന് മുന്നത്തെ എൻ്റെ വ്ളോഗ്സ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വർക്കിംഗ് അവേഴ്സ് പല ആൾക്കാർക്കും പല രീതിയിലാണ്. ഈവൻ നൈറ്റ് ഷിഫ്റ്റ്, ഇവിടെ നൈറ്റ് ഷിഫ്റ്റ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് ചില ഓഫീസസിൽ. അപ്പോൾ ഇവിടെ മെയിൻലി എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 8 o'clock വരെ എന്തായാലും ഓഫീസസ് ഉണ്ട്. മെജോറിറ്റി ഓഫ് ദി ഓഫീസസ് അറ്റ് 8 o'clock. ദർ ആർ ഓഫീസസ് 6 മണി വരെയൊക്കെ, വൈകുന്നേരം 6 മണിയാകുമ്പോഴേക്കും ഓഫീസ് ക്ലോസ് ആവും. പക്ഷെ ചില ഓഫീസസൊക്കെ 8 മണി വരെ ഉണ്ട് കേട്ടോ, ചിലത് 10 മണി വരെ ഉണ്ട്. അപ്പോൾ ഭയങ്കര റെയറാണ്, പക്ഷെ 10 മണി വരെ ഉണ്ടാവാറുണ്ട്. സോ ഈ ആൾക്കാരൊക്കെ നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴേക്കും തന്നെ 11-12 o'clock ഒക്കെ ആവും. ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നമ്മളിപ്പോൾ ഷാർജ ഏരിയയിൽ മെജോറിറ്റി ഓഫ് ദി റെസിഡൻഷ്യൽ ഏരിയാസ് ആർ ദെയർ ഇൻ ഷാർജ. ഇപ്പം ആൾക്കാർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവിടുത്തെ ഷാർജയിൽ നിന്ന് ആൾക്കാർ ദുബായിലേക്ക് പോയിട്ടാണ് വർക്ക് ചെയ്യണത്, അല്ലെങ്കിൽ പിന്നെ ഷാർജയിൽ നിന്ന് വേറെ ഏതെങ്കിലും എമിറേറ്റ്സിൽ പോയിട്ടൊക്കെയാണ് വർക്ക് ചെയ്യണത് കേട്ടോ. എന്താ വെച്ചാൽ ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടുത്തെ ചിലവുകൾ കുറച്ച് കുറവാണ് കമ്പാരിറ്റീവ്ലി ടു ദുബായ്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട്, പിന്നെ അതേ സമയത്ത് അപ്പോൾ എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ള പ്ലേസ് എനിക്ക് അത്ര താല്പര്യമില്ല. കുറച്ച് എനിക്ക് സൈലൻ്റ് ആയിട്ടുള്ള പ്ലേസിൽ ഇരിക്കാനാണ് എനിക്ക് ഭയങ്കര താല്പര്യം. അപ്പോൾ ദുബായ് കുറച്ചും കൂടി ഒന്ന് എന്താ പറയുക, ഒരു പോഷ് ഏരിയയാണ്, ഭയങ്കര ഒരു ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയയാണ്. സോ എനിക്ക് അവിടെ താമസിക്കാൻ അത്ര വലിയ താല്പര്യമില്ല. അപ്പോൾ എന്നെ പോലെ തന്നെ കുറേ പേരുണ്ടാവുമല്ലോ. അപ്പോൾ അത് കാരണം ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ദുബായ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു 1-2 hours ട്രാവലിംഗ് ഒക്കെ ഉണ്ടാവും. സോ ഒരു 8 മണി വരെയൊക്കെ ഓഫീസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇമാജിൻ നമ്മൾ തിരിച്ചെത്തുമ്പോഴേക്കും 10-11 ആ മണി എന്തായാലും ആവുമല്ലോ. അപ്പോൾ വന്നിട്ട് പിന്നെ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസത്തേക്കൊക്കെ കുക്കിംഗ് ഒക്കെ റെഡിയാക്കി വെച്ച് എല്ലാം കഴിയുമ്പോഴേക്കും തന്നെ ഒരു നമുക്ക് ഉറങ്ങുമ്പോഴേക്കും ഒരു 1-1:30-2 മണിയൊക്കെ ആവുമായിരിക്കും. പിന്നെ നമ്മുടെ ഇവിടെ സ്കൂളത്തെ ടൈമിംഗ് എന്ന് പറയുന്നത് നമ്മുടെ 5:45 തൊട്ട് ഇവിടുത്തെ സ്കൂൾ ബസ്സസ് വരാൻ തുടങ്ങും മോർണിംഗിൽ. അപ്പോൾ 5:45 എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ 4:45 ആകുമ്പോഴേക്കും നമുക്ക് എണീക്കേണ്ടി വരും. കാരണം കുട്ടികൾക്ക് ടിഫിൻ ഇവിടെ 2 ടിഫിൻസ് ആണ്, 2 ബ്രേക്സ് ആണ് KG സ്റ്റുഡൻസിനൊക്കെ. പിന്നെ ഗ്രേഡ് 1 ഒക്കെ ആകുമ്പോൾ 3 ബ്രേക്സ് ഒക്കെയാണ് കേട്ടോ. അപ്പോൾ KG2 സ്റ്റുഡൻസ്, KG1 സ്റ്റുഡൻസിനൊക്കെ പറയുമ്പോൾ നമ്മുടെ LKG UKG അവർക്ക് 2 ടിഫിൻസ് നമുക്ക് പാക്ക് ചെയ്ത് കൊടുക്കണം. സോ 2 ടിഫിനിനുള്ളിൽ നമുക്ക് എല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 1 hour മുമ്പെങ്കിലും നമ്മൾ എണീക്കണ്ടേ. അപ്പോൾ 4:45, ഞാൻ പൊതുവെ 4:45 എണീക്കാറ്. മോളുടെ ബസ് 6-6:10 ആ സമയത്താണ് വരാറ്. അപ്പോൾ 4:45 എണീക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർഡ്ലി എനിക്കൊരു 4 മണിക്കൂർ സമയം കിട്ടുന്നുണ്ട് ഒരു ദിവസം ഉറങ്ങാനായിട്ട്. അപ്പോൾ ആ ഒരു ഭയങ്കര ഒരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്താ പറയുക, നമ്മൾ ഞാനൊക്കെ നാട്ടിലായിരിക്കുമ്പോൾ ഒരു 10 മണി ആയിക്കഴിഞ്ഞാൽ ഞാൻ കിടന്നുറങ്ങും. കാരണം നമുക്ക് 10 മണി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നമുക്ക് വർക്കും കാര്യങ്ങളും ഇല്ല. ഞാനിപ്പോൾ വർക്കിൽ പോയിട്ട് ഞാൻ തിരിച്ച് വരുമ്പോഴേക്കും മാക്സിമം 8:30-9 o'clock ആകുമ്പോഴേക്കും ഞാൻ വീട്ടിൽ തിരിച്ച് വരും. പിന്നെ ഫുഡ് കഴിക്കുക, പിറ്റേ ദിവസത്തിൽ കാര്യങ്ങൾ നോക്കുക, അത് കഴിയുമ്പോഴേക്കും 10-10:30 മാക്സിമം. അത് കഴിഞ്ഞ് നമ്മൾ കിടന്നുറങ്ങും. പിന്നെ രാവിലെ എനിക്കിത് ഈ പറയുന്ന പോലെ മോൾക്ക് സ്കൂൾ അന്ന് 9 മണിക്കായിരുന്നു. അവിടെ KG സ്കൂളൊക്കെ 9 മണിക്കാണ്. അപ്പോൾ പിന്നെ നമുക്ക് അത്ര നേരത്തെ എണീക്കേണ്ട ആവശ്യം വരുന്നില്ല. അതേപോലെ എൻ്റെ ജോലി എന്ന് പറയുന്നത് 11 മണിക്കാണ് ഞാൻ ക്ലിനിക്കിൽ പോകുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് നേരത്തെ എണീക്കേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ തന്നെ ഭയങ്കര ഡിഫറൻസ് ആയി. കാരണം രാത്രി ഉറങ്ങുമ്പോൾ 1-1:30 മണിയാവും, 2 മണിയാവും ചില ദിവസങ്ങളൊക്കെ.
അപ്പോൾ ആ ഒരു ഡിഫറൻസ് എനിക്ക് ഫീൽ ആയിട്ടുണ്ട്. അതിപ്പോൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ അതെനിക്ക് പറയാനറിയില്ല. കാരണം ഞാൻ കുറേ പേരെടുത്ത് ചോദിച്ചപ്പോൾ അവർ പറയണത് അവർക്ക് ഭയങ്കര പോസിറ്റീവാണ് ഈ ഒരു കാര്യം. എന്താ വെച്ചാൽ അവർക്ക് കുറേ ടൈം കിട്ടും. ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ ഒരുപാട് ടൈം കിട്ടും അവർക്ക്. അപ്പോൾ അവർക്കത് പോസിറ്റീവാണ്. പക്ഷേ എനിക്കത് പേഴ്സണലി എനിക്ക് ഭയങ്കര നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എനിക്ക് ഉറക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റ്ലീസ്റ്റ് ഒരു 8 hours എങ്കിലും എനിക്ക് ഉറക്കം കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഒരുപാട് ഉണ്ടാവാറുണ്ട്. സോ കറൻ്റ്ലി ഐ എം ഫേസിങ് ദോസ്. അപ്പോൾ എല്ലാവരുടെ ഞാൻ ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു അതൊക്കെ കുറച്ചൊന്ന് ദുബായ് ലൈഫ് സ്റ്റൈലൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ആയിക്കഴിഞ്ഞാൽ ശരിയായിക്കോളും എന്നൊക്കെയാണ് പറയണത്. പിന്നെ വേറെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഇവിടെ മെഡിക്കൽ ഫെസിലിറ്റീസ് നമ്മുടെ ഹോസ്പിറ്റൽസ് ഇഷ്ടം പോലെ ഹോസ്പിറ്റൽസ് ആണ്. ദെയർ ആർ എൻ നമ്പർ ഓഫ് ഹോസ്പിറ്റൽസ്. നമ്മുടെ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ബിൽഡിങ്ങിന് ചുറ്റും തന്നെ ഓൾമോസ്റ്റ് ഒരു 10-15 ഹോസ്പിറ്റൽസ് ആണ്, മെഡിക്കൽ സെൻറ്റേഴ്സ് ആണ് ഉള്ളത്. ഓൾമോസ്റ്റ് 10-15. അതിലത്തെ എനിക്ക് തോന്നുന്നു 2-3 മെഡിക്കൽ സെൻറ്റർ മാത്രം നൈറ്റ് ടൈമിൽ വർക്കിംഗ് അല്ല. ബാക്കി എല്ലാം 24 hours വർക്കിംഗ് ആണ്. അപ്പോൾ ഡോക്ടർമാർ ഷിഫ്റ്റിൽ ഇരുന്നിട്ടാണ് ചെയ്യണത്. അപ്പോൾ അതും ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ബിക്കോസ് രാത്രി നമുക്ക് പെട്ടെന്ന് ഒരു എമർജൻസി വന്നാൽ നമുക്ക് അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ബിക്കോസ് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് എവറിത്തിങ് ഈസ് അവൈലബിൾ. മെട്രോ മാത്രം എനിക്ക് തോന്നുന്നു 11:30 വരെ ഉള്ളൂ. മെട്രോ മാത്രം അതൊരു പ്രശ്നമാണ്. ബാക്കി ടാക്സീസും കാര്യങ്ങളൊക്കെ നമുക്ക് 24 hours അവൈലബിൾ ആണ്. അതേസമയത്ത് ഹോസ്പിറ്റൽസ്, ഫാർമസീസ് അടക്കം നമുക്ക് 24 hours അവൈലബിൾ ആണ്. പിന്നെ മെയിൻ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എനിക്ക് ഞാൻ മെൻഷൻ ചെയ്യാൻ മറന്നുപോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റ്സ് ആയാലും ഗ്രോസറീസ് ആയാലും ഈവൻ ഇൻക്ലൂഡിങ് ദ മെഡിക്കൽ സ്റ്റോഴ്സ് എല്ലാവരും ഹോം ഡെലിവറീസ് ചെയ്യുന്നുണ്ട്. സോ അത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. കാരണം ഇവിടെ സമ്മർ സീസൺ ഞാൻ പറഞ്ഞപ്പോൾ ഒരു 55 ഡിഗ്രി വരെയാണ് ടെമ്പറേച്ചർ പോകുന്നത്. സോ ജസ്റ്റ് ഇമാജിൻ 55 ഡിഗ്രി വരെ ടെമ്പറേച്ചർ പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പകൽ പോലും നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 47-48 റേഞ്ചിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇപ്പം തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഞാൻ 1-2 ദിവസം എന്തോ എൻ്റെ ജോലിക്കാര്യത്തിന് വേണ്ടി ഞാൻ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. ബട്ട് ദെൻ ഞാൻ പിന്നെ ഷിഫ്റ്റ് മാറ്റി വാങ്ങിച്ചു. എന്നെക്കൊണ്ട് പറ്റില്ല പറഞ്ഞു. കാരണം നമ്മളിവിടെ എൻ്റെയും ഫസ്റ്റ് സമ്മറാണിതിപ്പോൾ. അപ്പോൾ എനിക്കും അഡ്ജസ്റ്റ് ആവാൻ കുറച്ച് സമയം എന്തായാലും പിടിക്കും. സോ ഇപ്പോൾ തന്നെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണ് വാങ്ങാൻ പോകല്ലേ പുറത്തേക്ക്. അപ്പോൾ എല്ലാം നമുക്ക് ഹോം ഡെലിവറീസ് അവൈലബിൾ ആണ്. സോ ദാറ്റ് ഈസ് ഓൾസോ അനദർ വെരി ഗുഡ് അഡ്വാൻറ്റേജ്. പിന്നെ അതേപോലെ കുറച്ചൊരു സ്ട്രെസ്ഫുൾ ലൈഫാണ്. നമ്മുടെ വർക്കിംഗ് എന്താ പറയുക ടൈമിങ് തന്നെ ഭയങ്കര സ്ട്രെസ്ഫുള്ളാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഒരു സ്ട്രെസ്ഫുൾ ലൈഫിൽ ജീവിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും റിലാക്സേഷന് വേണ്ടേ. അപ്പോൾ അതിന് പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് UAE എന്ന് പറയുന്നത്. കാരണം വീട്ടിൽ പുറത്തേക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയാൽ മതി, നമുക്ക് അത്രയ്ക്കും കറങ്ങാൻ പറ്റിയ സ്ഥലങ്ങളാണ്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ അത്യാവശ്യം പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. കാരണം എന്തിനും ഏതിനും ഇവിടെ പൈസയാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ അത്യാവശ്യം ചിലവ് ആവും കേട്ടോ നമ്മൾ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ. ബട്ട് നമുക്ക് കറങ്ങാൻ പറ്റിയ കുറേ ഡെസ്റ്റിനേഷൻസ് ഉണ്ട്. അതായത് തീം പാർക്സ് ഉണ്ട്, വാട്ടർ പാർക്സ് ഉണ്ട്, സ്നോഫോൾ ഏരിയാസ് ഉണ്ട്, സ്നോഫോൾ പാർക്സ് ഉണ്ട് ആർട്ടിഫിഷ്യൽ. പിന്നെ ഡോൾഫിൻ അക്വേറിയംസ് ഉണ്ട്, നോർമൽ അക്വേറിയംസ് ഉണ്ട്, പിന്നെ എന്തൊക്കെയുണ്ട്, ഡെസേർട്ട് സഫാരി. ഇവിടെയൊക്കെ എനിക്ക് പോകണം എന്ന് ആഗ്രഹമുണ്ട്. ഐ ഹോപ്പ് സോ ഐ ക്യാൻ ഗോ സൂൺ. പിന്നെ ക്രൂസ് ഉണ്ട്. ക്രൂസ് ഇസ് ഓൾസോ വെരി അമേസിങ്. പിന്നെ എൻ്റെ ഒരു ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ക്രീക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ഉണ്ട്. ക്രീക്ക് എന്ന് പറയുന്നത് നമ്മുടെ ദുബായ് സൈഡത്തെ ഏരിയ ആണ്. ദാറ്റ് ഈസ് ഓൾസോ വെരി അമേസിങ്. കാരണം ദുബായിൽ ഇങ്ങനത്തെയും സ്ഥലങ്ങളുണ്ട് എന്ന് സത്യം പറഞ്ഞാൽ അവിടെ പോകുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റും. നല്ല ഒരു സൈലൻറ്റ് അറ്റ്മോസ്ഫിയർ, അറ്റ് ദ സെയിം ടൈം വെരി നൈസ് പ്ലേസ്. നമ്മുടെ ഈ ക്രൗഡഡ് പ്ലേസ് ഇല്ല, അതിനെക്കാട്ടിലൊക്കെ എത്രയോ വ്യത്യാസമായിട്ടുള്ള സ്ഥലങ്ങളാണ്. സോ നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടെ പോകുമ്പോഴേക്കും തന്നെ ഭയങ്കര റിഫ്രഷിങ് ആണ്. ഞാൻ ഏകദേശം അവിടെ ഒരു 2-3 പ്രാവശ്യം പോയി. നമ്മൾ ജസ്റ്റ് അവിടെ പോയി ഒന്ന് വെറുതെ ഒന്ന് ഇരുന്നാൽ മതി. എന്ത് രസമുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണെന്ന് അറിയാമോ. നമുക്ക് വേറെ എവിടെ പോയാലും ആ സുഖം കിട്ടില്ല. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സൈലൻസ് ഏരിയ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഐ ഹോപ്പ് അടുത്ത പ്രാവശ്യം ഞാനൊരു ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യണം അവിടെ പോയിട്ട്. ആൻഡ് ദി അതർ പ്ലേസ് ഇസ് മൈ ലൈക്ക് ഡെസേർട്ട് സഫാരി. എനിക്കൊന്ന് പോകണം എന്നുണ്ട്. എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ എൻക്വയറി ചെയ്തപ്പോൾ അവർ പറഞ്ഞത് റോളർ കോസ്റ്ററിൽ ഇരിക്കാൻ ഇഷ്ടമാണെന്ന് ചോദിച്ചു. റോളർ കോസ്റ്ററിൽ സഫാരി നമ്മൾ എന്ത് ബന്ധം ചോദിച്ചു. അല്ല, റോളർ കോസ്റ്ററിൽ ഇരിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അഥവാ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ മാത്രമേ ഡെസേർട്ട് സഫാരിയിൽ പോകാമെന്ന് പറഞ്ഞു. അതെന്താ സംഭവിച്ചാൽ അത് നമ്മുടെ ജീപ്പ് പോലത്തെ ഒരു വണ്ടിയിൽ, സ്കോർപ്പിയോ പോലത്തെ ഒരു വണ്ടിയിൽ എത്തിയിട്ട് ആ ഡെസേർട്ടിലൂടെയാണ് വണ്ടി ഓടിക്കുക. സോ ദാറ്റ് ഈസ് വൺ തിങ് ഇൻ ഡെസേർട്ട് സഫാരി.
അപ്പോൾ എനിക്ക് വെച്ചാൽ റോളർ കോസ്റ്റർ എന്ന് വെച്ചാൽ എനിക്ക് നൈറ്റ് മെയർ ആണ്. എനിക്ക് പോണ കാര്യം പോട്ടെ, ഞാൻ ജസ്റ്റ് ഒന്ന് ആ റോളർ കോസ്റ്ററിലേക്ക് നോക്കിയാൽ മതി, എനിക്ക് തല ചുറ്റും, ഞാൻ വോമിറ്റ് ചെയ്യും. അങ്ങനത്തെ ഒരു, എനിക്ക് അത്രയ്ക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിൽ. അപ്പോൾ പിന്നെ ആ ഒരു ഓപ്ഷൻ പോയി. പക്ഷേ നമുക്ക് ഒട്ടകത്തിലൊക്കെ കയറി ഇരിക്കാം, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളുണ്ട്. അവിടെ ഡിന്നർ കഴിക്കാം, അങ്ങനത്തെ കുറേ ഉണ്ട്, നല്ല ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. സോ അവിടെ പോകണം എന്നൊരു ആഗ്രഹമുണ്ട്. ലെറ്റ്സ് ഗോ. അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് അത്. നമുക്ക് നോക്കാം എത്രത്തോളം നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ പോവുകയാണെങ്കിൽ അവിടെ തീർച്ചയായിട്ടും നമുക്ക് ഡീറ്റെയിൽ വ്ളോഗും എടുക്കാം, അതിനൊപ്പം ഷോർട്സും എനിക്ക് പ്രിപ്പയർ ചെയ്യണം. അങ്ങനെ പിന്നെ വേറെ എന്തൊക്കെയാണ്, വേറെ കുറേ സ്ഥലങ്ങളുണ്ട്. ബുർജ് ഖലീഫ, അതാണ് ഭയങ്കര ഒരു ഫേമസ് ആയിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ടല്ലേ ബുർജ് ഖലീഫ എന്ന് പറയുമ്പോൾ. ആ ഏരിയയിലേക്ക് പോകുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര പ്രത്യേക ഫീലാണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഷോർട്സ് ഉണ്ട്. ഐ തിങ്ക് എൻ്റെ ഫസ്റ്റ് ഷോട്ടായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നത്. അമേസിങ് വ്യൂ. അത് പ്രത്യേകിച്ച് നമ്മൾ ദുബായൊക്കെ കറങ്ങാൻ വരുമ്പോൾ രാവിലെ കറങ്ങണത് കാട്ടിലും കൂടുതൽ എനിക്ക് തോന്നുന്നു നൈറ്റ് ടൈമിൽ കറങ്ങണതായിരുന്നു കുറച്ചും കൂടി ബെനിഫിറ്റ്. നൈറ്റ് ടൈമിൽ കറങ്ങുമ്പോൾ ഫുൾ 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 എന്ത് പറയണമെന്ന് എനിക്കറിയില്ല, അത്രയ്ക്കും ലൈറ്റും ഭയങ്കര ഒരു എന്താ പറയണതറിയില്ല, നമുക്ക് കണ്ണെടുക്കാൻ പറ്റില്ല, നമ്മളങ്ങനെ കണ്ടോടന്നെ ഇരിക്കും കേട്ടോ. കാരണം അത്രയ്ക്കും രസകരമായിട്ടുള്ള സ്ഥലങ്ങളാണ് ദുബായ് ഫുള്ളുള്ളത്. നല്ല രസമാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ അത് കണ്ട് ഞാൻ ഇങ്ങനെ അന്തം വിട്ട് ഇരുന്നിട്ടുണ്ട്. കാരണം എങ്ങനെയാണ് ഇത്രത്തോളം ബ്യൂട്ടിഫുൾ ആയിട്ട് ഓരോ ബിൽഡിങ്സും ഓരോ ആർക്കിടെക്ചേഴ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അത്രയും പ്ലാൻ ആയിട്ടൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ അവർ. അപ്പോൾ ഐ റിയലി ലൈക്ക് ദിസ്. അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ ആരെങ്കിലും കറങ്ങാൻ വേണ്ടി മാത്രം വരുവാണെങ്കിൽ ഇറ്റ്സ് ബെസ്റ്റ് ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ ഒരു സമയത്ത് വരുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. കാരണം ഈ സമയത്ത് നല്ല തണുപ്പായിരിക്കും, നമുക്ക് കറങ്ങാൻ പറ്റിയ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും ആ സമയത്ത്. വെയിലും അധികമൊന്നും ഉണ്ടാവില്ല. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ നൈറ്റ് ടൈമിൽ പോകാൻ ശ്രദ്ധിക്കുക. കറങ്ങണവരാണെങ്കിൽ, കറങ്ങാൻ വേണ്ടി വന്നവരാണെങ്കിൽ സ്പെഷ്യലി ഒരു ആഫ്റ്റർ 6 o'clock ആ സമയത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി എന്താ പറയുക അറ്റ്മോസ്ഫിയർ ആയിരിക്കും. കാണാൻ പറ്റിയ കുറേ 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 സ്ഥലങ്ങളുണ്ട്. ഈ ബുർജ് ഖലീഫ എന്ന് പറയുമ്പോൾ തന്നെ ആ ഏരിയയിലേക്ക് നമ്മൾ എൻ്റർ ആകുമ്പോൾ തന്നെ വേറെ ഏതോ ലോകത്ത് വന്ന് പെട്ട പോലെ, കാരണം പെട്ട പോലെ എന്നല്ല, വേറെ ഏതോ ലോകത്ത് വന്ന് ഇരുന്ന പോലെ ആ ഒരു ഫീലാണ് നമുക്ക് കിട്ടുക കേട്ടോ. എനിക്ക് തോന്നുന്നു ഇറ്റ്സ് വേൾഡ്സ് ലാർജസ്റ്റ് ഓർ ടോളസ്റ്റ് ബിൽഡിംഗ്. ഐ ഡോണ്ട് നോ വാട്ട്സ് എക്സാക്ട്ലി, ബട്ട് ദെൻ ഇറ്റ്സ് വെരി അമേസിങ്. ആ നൈറ്റ് ടൈം ശരിക്കും ഞങ്ങൾ പോയത് അന്ന് ഒരു 4 മണി നേരത്തെ തോന്നുന്നു ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നത്. ബട്ട് ദെൻ ഞങ്ങൾ റിട്ടേൺ ആവണത് ഒരു 8 മണി, രാത്രി 8 മണിക്ക് ഞങ്ങൾ റിട്ടേൺ ആയത്. കാരണം ദുബായ് മോളിൻ്റെ തൊട്ടടുത്താണുള്ളത്. സോ ദുബായ് മോളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു വരികയാണ് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് തിരിച്ചു വരുമ്പോഴാണ് ഞാൻ ശരിക്കും പറഞ്ഞ ഷോർട്സിന് വേണ്ടി ഞാൻ വീഡിയോസ് പിടിക്കുന്നത്. കാരണം അത്രയ്ക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ ദുബായ് ഫൗണ്ടൻ ഉണ്ട്. സോ ഇറ്റ്സ് ഓൾസോ വെരി അമേസിങ്. ആ ഏരിയയിൽ നിന്ന് കുറേ കാണാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട്. സോ ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് പോസിറ്റീവായിട്ട് തോന്നി. കാരണം നമ്മുടെ മൈൻഡ് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണത്. ഇത് കവർ ചെയ്തു, ഇത് കവർ ചെയ്തു, ഇത് കവർ ചെയ്തു. യെസ്. അപ്പോൾ ഇതൊക്കെയാണ് ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് പറയാനെങ്കിൽ. ഇത് എന്താ പറയണമെന്ന് അറിയില്ല. അപ്പോൾ വേറൊരു ടോപ്പിക്ക്, വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനീ പറഞ്ഞപ്പോൾ ഞാൻ അതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ലേഡീസ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര ഡ്രസ്സുള്ള കളക്ഷൻസ് ആട്ടോ. അത് നല്ല കുറവ് വിലയിൽ കിട്ടും. പക്ഷേ ഈ ഓഫേഴ്സ് സമയത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല കുറവ് വിലയിൽ നമുക്ക് എല്ലാ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മുടെ ഹോം ഫർണിച്ചേഴ്സ്, ഹോം ഡെക്കോറേറ്റീവ് പ്രൊഡക്ട്സ്, അതുപോലെ കിച്ചൺ വെയർ അപ്ലയൻസസ് ഒക്കെ അടിപൊളി നല്ല കളർഫുൾ. ഞാനൊക്കെ കടയിൽ പോകുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് നാട്ടിലായിരിക്കുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ, നമുക്ക് ഈ പാന് വാങ്ങണം, ആ കുക്കർ വാങ്ങണം, അങ്ങനെയൊക്കെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്ക് എന്താണെന്ന് അറിഞ്ഞൂടാ, സ്പൂണ് കാണുമ്പോൾ പോലും നമുക്ക് അങ്ങനെ വാങ്ങാൻ തോന്നും. കാരണം സ്പൂണ് പോലും നല്ല കളർഫുൾ ആയിട്ടുള്ള സ്പൂൺസ് അവൈലബിൾ ആണ്. സോ നമുക്ക് എന്താണ് പറയുന്നത്, കളർഫുൾ ആയിട്ട് നമുക്ക് കാണുമ്പോൾ നമുക്ക് വാങ്ങാൻ തോന്നില്ലേ. അതേപോലെ നമ്മുടെ ബിരിയാണി പാത്രം, അതും നല്ല ഡ്രസ്സുള്ള കളേഴ്സുള്ളത്. ഏത് ബ്രാൻഡാണെന്ന് എനിക്ക് അറിയില്ല, ബട്ട് ഇറ്റ് വാസ് അവൈലബിൾ ഇൻ വോയിലറ്റ്, പർപ്പിൾ കളർ, ഗ്രീൻ കളർ, ഈവൻ യെല്ലോ കളർ. സോ ഇറ്റ്സ് ജസ്റ്റ് അമേസിങ്. നമ്മൾ കിച്ചണിൽ ഈ പാത്രങ്ങളൊക്കെ വാങ്ങിച്ച് വെച്ചിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ലുക്ക് തന്നെ മാറും. സോ ദാറ്റ് ഈസ് ഓൾസോ സംതിങ് വിച്ച് ഐ ഫെൽറ്റ് വെരി എ പോസിറ്റീവ് സൈഡ് ഓഫ് എ ലൈഫ് സ്റ്റൈൽ ഇൻ ദുബായ് എന്ന് പറയാം. അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായ സംഭവമാണത്.
അപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം എല്ലാ പോയിന്റ്സും നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ എന്താ പറയുക, നമുക്ക് ഇങ്ങനെ കുറേ നേരം സംസാരിച്ചിരിക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ദുബായിൽ വന്നിട്ട് ഞാൻ ഒറ്റയ്ക്കാണെന്നുള്ള എനിക്ക് ഫീലിംഗ് വരുന്നില്ല. കാരണം ഞാൻ ഇങ്ങനെ ക്യാമറ ഫേസ് ചെയ്തിട്ട് നിങ്ങളെല്ലാവരുടെ മുമ്പിലിരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ആവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഫാമിലി ഞങ്ങൾക്ക് ഒത്തിരി ഗ്രോ ആക്കണം എന്നുണ്ട്. ഇപ്പോൾ 30 സബ്സ്ക്രൈബേഴ്സാണ് കറൻ്റ്ലി. ഇനിയും കൂടി 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 4-5 ലാക്ക് സബ്സ്ക്രൈബേഴ്സ് വരെ അറ്റ്ലീസ്റ്റ് എനിക്ക് എത്തിക്കണം എന്നുണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് അങ്ങനെ അത്ര രീതിയിൽ ഞങ്ങൾക്ക് വളരാൻ പറ്റുള്ളൂ. സോ തീർച്ചയായിട്ടും ഞങ്ങളുടെ വീഡിയോസ് എല്ലാം സപ്പോർട്ട് ചെയ്യുക, ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം ഈ നെക്സ്റ്റ് സബ്സ്ക്രൈബർ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, അത് ഞാനിപ്പോൾ ഡിസ്പ്ലേ ഞാൻ പറയുന്നില്ല, ഞാൻ സസ്പെൻസ് ആണത്. അതും ഭയങ്കരമായിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ഉള്ള ടോപ്പിക്. ഇൻട്രസ്റ്റിംഗ് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഈ ദുബായിൽ താമസിക്കുന്നവരായാലും ഷിഫ്റ്റ് ആവാൻ വരുന്നവരായാലും അവർക്ക് അത്രത്തോളം യൂസ്ഫുൾ ആവുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അതിനോടൊപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് പുറത്ത് പോയിട്ട് എവിടെയെങ്കിലും വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷനൊക്കെ എടുത്താലോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ സെഷനും വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ആർക്കൊക്കെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് കമൻറ്റ് മൈ കമൻറ്റ് സെക്ഷൻ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും ഞാൻ കുറച്ചും കൂടി നോട്ടീസ് ചെയ്യാം കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടാവാറില്ല, വല്ലപ്പോഴും ഞാൻ വരാറുള്ളൂ. പക്ഷേ യൂട്യൂബിൽ ഞാൻ ഫുൾ ടൈം ആക്റ്റീവാണ്. സോ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ യു ആർ ഓൾവേസ് ഫ്രീ ടു കമൻറ്റ് ഓൺ മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ആ ഒരു ടോപ്പിക്കും വെച്ചിട്ട് ഞാൻ വരാം. സ്പെഷ്യലി ഐ വിൽ ഓൾസോ ലൈക്ക് ടു മെൻഷൻ യുവർ നെയിംസ്. നിങ്ങൾക്ക് പേര് മെൻഷൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഐ വിൽ ഓൾസോ സ്പെസിഫൈ ദ നെയിംസ് ഓൾസോ. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം നല്ല അടിപൊളി ടോപ്പിക്കുമായിട്ട്. ബൈ.